Assalamualaikum dear friends, welcome back to Shamys World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അവിൽ വെച്ചിട്ടുള്ള കറുത്ത ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ എടുക്കുന്നത് പോലെ ഒരുപാട് നെയ്യിൻ്റെ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല. വെറും ഒരേ ഒരു സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്പെഷ്യൽ അവൽ ഹൽവയാണ്. ഇത് ഉണ്ടാക്കി കഴിച്ചവർ ആരും തന്നെ പറയില്ല അവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന്. അത്ര നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ അധികം എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ കറുത്ത അവിൽ വെച്ചിട്ടുള്ള ഹൽവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചുമന്ന അവിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചുമന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് അവിലുണ്ടെങ്കിലും കുഴപ്പമില്ല, വെള്ളയോ ചുവപ്പോ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് 1 കപ്പ് അവിലിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അളവ് കപ്പ് 250 ml കപ്പാണ്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമത്തെ കപ്പും ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/2 കപ്പ് അവിലും കൂടെ എടുത്തു. ടോട്ടൽ 2.5 കപ്പ് അവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ അളന്ന് വെച്ച അവില് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് 2 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കൈവച്ച് പിടിക്കുമ്പോൾ ഒടിഞ്ഞു വരുന്ന പാകമാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഇതൊന്ന് വറുത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അവിലൊക്കെ ചുരുങ്ങി വന്നിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ഒടിഞ്ഞ് കിട്ടും. അതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഉടൻ തന്നെ പ്ലേറ്റിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇതിലിരുന്ന് കരിഞ്ഞു പോകും. ഈ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് തണുത്ത് വരണം. അപ്പോൾ നമ്മൾ അവിൽ വറുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച സമയം കൊണ്ട് നമ്മുടെ ഈ ഹൽവയ്ക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്, അതിലോട്ട് 1.5 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കറുത്ത ശർക്കരയാണ് നിങ്ങൾ എടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് ഉരുക്കി വരട്ടെ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും നമുക്ക്. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉരുക്കി കിട്ടും. നമ്മൾ പൊടിച്ചാണല്ലോ ശർക്കര എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് തിളയ്ക്കുന്ന സമയം മാത്രം മതി. ഇതിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അരിച്ചൊഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശർക്കര അഴുക്കും മണ്ണൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു അരിപ്പ് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ അരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ എടുക്കുക, പ്ലാസ്റ്റിക് ഒരിക്കലും എടുക്കല്ല്. നമ്മൾ ഈ ചൂടോടുകൂടി ഒഴിക്കുമ്പോൾ ഉരുകിപ്പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് കളയാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ ഹൽവയ്ക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്. ഒരു മിക്സിയിലെ ജാർ എടുത്തു, അതിലോട്ട് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ കപ്പ് തേങ്ങാപ്പാലെല്ലാം ഞാൻ പറയുന്ന അളവിൽ കൃത്യമായിട്ട് എടുത്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്ക് കിട്ടുകയുള്ളൂ. അതെല്ലാം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഇനി ഇതിലോട്ട് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു. ഇനി നമ്മൾ 1/2 കപ്പും കൂടെ ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ 1-ാം പാലിനാണ് ഒരുപാട് അങ്ങ് അരിഞ്ഞു പോവേണ്ട ആവശ്യമില്ല, ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ 1-ാം പാല് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാല് അരിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അരിപ്പ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് തേങ്ങാപ്പാല് ഇതിലോട്ട് ഇട്ട് അരിച്ചൊഴിക്കാം. ഇനി കൈ വെച്ച് നല്ലോണം ഇതുപോലെ മുറുക്കി പിഴിഞ്ഞ് ഇതിൻ്റെ പാലെല്ലാം എടുക്കണം നമുക്ക്. അപ്പോൾ ഈ തേങ്ങ കളയരുത്. ഈ തേങ്ങ നമുക്ക് 2-ാം പാല് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ 1-ാം പാല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ എടുക്കാം. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് 2-ാം പാലിന് വേണ്ടിയിട്ട് അതേ മിക്സി ജാറിൽ തന്നെ നമ്മുടെ പിഴിഞ്ഞ് മാറ്റി വെച്ച തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1-ാം പാലിന് എടുത്ത അതേ കപ്പ് വെള്ളം തന്നെയാണ് ഞാൻ 2-ാം പാൽ എടുക്കുന്നതിനും എടുക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് വെള്ളം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ കട്ടിയായിട്ടുള്ള 1-ാം പാലിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ 2-ാം പാലും അരിച്ചൊഴിക്കേണ്ടത്. ഇതിനെ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ തേങ്ങാക്കൊത്തെല്ലാം നമുക്ക് കളയാം. ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ തരികളൊക്കെ കാണും, അതുകൊണ്ട് നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പിൽ കൂടെ ഒന്നുകൂടി നമുക്ക് അരിച്ചൊഴിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഒന്നും കൂടി നമുക്ക് അരിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ കണ്ടോ, ചെറിയ തരികളെല്ലാം കിടന്നത് കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് കളയാം.
അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇതാ ഇവിടെ തരികളൊന്നും ഇല്ലാതെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച അവിൽ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലെ ജാറിലോട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അവിലിതാ പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത അവിൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാലിലോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. നിങ്ങൾക്ക് കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ അതാ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇതുണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓണാക്കി ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവലിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഫ്ലെയിം കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഹൽവ ഉണ്ടാക്കി എടുക്കുമ്പോൾ അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതാ തിളച്ച് ഈ പരുവമായിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണല്ലോ, അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്താൽ കുഴപ്പമില്ല. ഇനി നമ്മുടെ എടുത്ത് മാറ്റി വെച്ച ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കുറുകി വരണം. കൈവിടാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ കറുത്ത ശർക്കരയിൽ ഉപ്പ് രസമുള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് രസം ശർക്കരയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 പിഞ്ച് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോൺ സ്റ്റിക്ക് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഒഴിച്ചതിന് ശേഷം ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് കൈവിടാതെ ഇളക്കി കൊടുക്കുകയാണ്. ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്ത് നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ നമ്മൾ നട്ട്സ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടി ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ആവാറായിട്ടുണ്ട്. കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കൈവിടാതെ നിങ്ങൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റും കൂടെ ആയപ്പോൾ തന്നെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. ഇത് കുറച്ചും കൂടെ ഒന്ന് ബോൾ പോലെ ആയി കിട്ടണം നമുക്ക്. ഇപ്പം തന്നെ നമുക്ക് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റും കൂടെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇത്രയും മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി ബോൾ പോലെ നമുക്കൊന്ന് ഉരുണ്ട് വരണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നെയ്യ് ഒഴിച്ച ഉടൻ തന്നെ 1 മിനിറ്റ് ആയപ്പോൾ നല്ല ബോൾ പോലെ ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നെയ്യ് തടവിയ പാത്രത്തിലോട്ട് ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് നെയ്യ് തടവിയ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു സ്പാച്ചിലോ ഒരു സ്പൂണോ കൊണ്ട് നമുക്ക് നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കണം. ഇത് ഏകദേശം എനിക്കിവിടെ 20 മിനിറ്റാണ് എടുത്തിട്ടുള്ള സമയം. അപ്പോൾ ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ ഇത് നല്ലോണം തണുത്ത് വരണം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മുടെ കോഴിക്കോടൻ ഹൽവയൊക്കെ നമ്മൾ കഴിക്കില്ലേ, അതേ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അവിൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുകയില്ല, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉടനെ എടുക്കാൻ പാടില്ല, 1 ദിവസം കഴിഞ്ഞിട്ട് എടുക്കണം. ഇനി നല്ലോണം തണുക്കാൻ വേണ്ടി ഇത് മാറ്റി വയ്ക്കാം നമുക്ക്.
അപ്പോൾ നമ്മുടെ ഹൽവ ഇതാ കട്ടിയായിട്ട് നല്ലോണം തണുത്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഡാർക്ക് കളറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റും കളറും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് എടുത്താൽ മാത്രമേ അങ്ങനെ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ സൈഡെല്ലാം വിടിയിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഹൽവ പ്ലേറ്റിലോട്ട് വീണിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ എല്ലാം നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എള്ളും നട്ട്സൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് കടിച്ചൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഹൽവയാണ്. അപ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ മസ്കൂത്ത് ഹൽവയൊക്കെ കഴിക്കില്ലേ, കടിച്ച് കഴിക്കാൻ പറ്റുന്ന, അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ മുറിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. അപ്പം നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹൽവയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല പലഹാരങ്ങൾക്ക് വേണ്ടി ഷമീസ് കറിവേൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്